الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, രക്ഷിതാക്കളെ, പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് ജീവിതം മുഴുവൻ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, മരണാനന്തരം സ്വർഗത്തിന്റെ ഭാഗ്യം ലഭിക്കുന്ന അല്ലാഹു ബുദ്ധിമാന്മാർ എന്ന് വിശേഷിപ്പിച്ചവരുടെ കൂട്ടത്തിൽ അവൻ നമ്മെയും കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് രാവിലെ കേട്ട മരണവാർത്തയിൽ ഓർമ്മ വന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ ഇതേ സമയമായിരുന്നു. നമ്മളോടൊപ്പം കാലങ്ങളായി ഈ പള്ളിയിലെ സജീവ സാന്നിധ്യമായിരുന്ന, കഴിഞ്ഞ വെള്ളിയാഴ്ച മിമ്പറിലേക്ക് കയറി വരുമ്പോൾ ആ സമയത്ത് നമ്മുടെ ഒന്നാമത്തെ സഫിന്റെ മിമ്പറിന്റെ വലതുഭാഗത്ത് നിന്ന് അദ്ദേഹം കൈകൊണ്ടും വായ കൊണ്ടും മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ഇന്ന് ഭൂമിക്കടിയിലാണ്. അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ ഖബറടക്കം കഴിഞ്ഞിരിക്കുന്നു. അബ്ദുറഹ്മാൻ സാഹിബ് നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവേ, മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനേ. അല്ലാഹുവേ, പ്രവാചകന്മാർ മാത്രമാണ് തിന്മ ചെയ്യാത്തവർ. വന്നുപോയ അബദ്ധങ്ങളെ വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനേ. പടച്ചോനെ, സ്വർഗ്ഗം കൊടുക്കണേ റബ്ബേ. ഞങ്ങൾക്ക് ഏറ്റവും നല്ല പകരക്കാരനെ, അദ്ദേഹത്തെക്കാൾ പകരക്കാരനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനേ. കുടുംബം അപ്രതീക്ഷിതമായ ഒരു നഷ്ടം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹിക്കാനും പൊറുക്കാനും അത് പ്രതിഫലമാക്കാനുമുള്ള ഈമാൻ ആ കുടുംബത്തിനും പ്രിയതമക്കും മക്കൾക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനേ. സഹോദരങ്ങളെ, മരിച്ചവരും ഭൂമിക്കടിയിലായവരും ജീവിക്കുന്നവർക്കും ഭൂമിക്ക് മുകളിലുള്ളവർക്കും ചില താക്കീതുകളും ചില പാഠങ്ങളും സമ്മാനിക്കുന്നുണ്ട്. ആ താക്കീതുകളും പാഠങ്ങളും എന്താണെന്നല്ലേ? തിന്മയിൽ നിന്നും അകലാൻ സമയമായിട്ടുണ്ട് ട്ടോ എന്ന് വിളിച്ചു പറയാനാണത്. തിന്മയോടെ സമരം പ്രഖ്യാപിക്കാനായിട്ടുണ്ട് എന്ന പ്രഖ്യാപനമാണത്. ഒരു മരണം നടന്നാൽ നമുക്കൊരുപാട് ഗുണപാഠങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ, മനുഷ്യ, നീ തിന്മയിൽ നിന്നകന്ന് നന്മയിലേക്ക് കൂടുതൽ അടുത്ത് ധാർമ്മിക ജീവിതം നയിച്ച് സമൂഹത്തിലെ അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെ ധാർമ്മിക വിപ്ലവം നടത്താനുള്ള സമയം അധികരിച്ചിരിക്കുന്നു. നീ ഒരു ക്യൂവിലാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൊട്ട് മുമ്പിലുള്ള അദൃശ്യമായ ഒരു ക്യൂവിലെ ആളിതാ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി യാത്ര പറഞ്ഞിരിക്കുന്നു. അടുത്ത ആൾ ആര്? ഒരു
ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ അദൃശ്യമായ, ആർക്കും കാണാൻ സാധിക്കാത്ത, മുൻപ് ലിസ്റ്റ് കൊടുത്ത് ടോക്കൺ കൊടുത്ത് അതല്ലെങ്കിൽ എണ്ണം പറഞ്ഞ് നിൽക്കാൻ സാധിക്കാത്ത ഈ ഒരു ക്യൂവിൽ അടുത്തതാര? അല്ലേ ഖുതുബ പറയുന്ന ഞാനോ? അതല്ല പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വെള്ളിയാഴ്ച ആ മൂലക്കിരുന്ന് തന്റെ സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ വ്യക്തിക്ക് വേണ്ടി ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇനി ആര്? അദൃശ്യമായ ആ ക്യൂവിൽ എന്ന ചോദ്യമുണ്ട്. അവിടെ ആ പ്രിയപ്പെട്ടവരെ, ധാർമ്മിക ജീവിതമാണ് ഉത്തരമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അധാർമിക പ്രവർത്തനങ്ങളോടും സാമൂഹികമായ തിന്മകളോടും ധാർമ്മിക വിപ്ലവത്തിന്റെ സമരാഗ്നി തീർക്കാൻ മുസ്ലിമേ, മനുഷ്യ, നിനക്ക് സമയമായിട്ടുണ്ട്. ഭൂമിക്ക് മുകളിലുള്ള നീ ഭൂമിക്കടിയിലേക്ക് പോകാൻ അധികം സമയം വേണ്ട എന്നു തന്നെയാണ് പ്രിയപ്പെട്ടവരെ മരണങ്ങൾ നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വചനമുണ്ട്, കേൾക്കാത്തവർ ഈ കൂട്ടത്തിൽ ആരുമില്ല. മൻ റആ മിൻകും മുൻകറ, നിങ്ങളെ കണ്ണുകൊണ്ട് ഒരു തിന്മ കണ്ടാൽ, നിങ്ങളൊരു തിന്മ കണ്ടാൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട്, അതേ സ്വീകരിക്കേണ്ട നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് രൂപീകരിച്ചു തന്നു. ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ് ഫൽയുഗയ്യിർ ബിയദിഹി, നിന്റെ കൈ കൊണ്ടത് തടയണം. കാരണം കൈ കൊണ്ട് തടയാൻ അധികാരമുള്ള ചില ഇടങ്ങളിലാണെങ്കിൽ കൈ കൊണ്ട് തന്നെ തടയണം. വീട്ടിലാണ്, നിന്റെ കുടുംബത്തിന്റെ അംഗങ്ങൾക്കിടയിലാണ് തിന്മ, നിനക്ക് അധികാരമുണ്ട്. നിന്റെ ഷോപ്പാണ്, നീയാണ് അതിന്റെ ചെലവിടുന്നത്, നീയാണ് ഓണർ. അവിടെ നടക്കുന്ന തിന്മകളെ പിടിച്ചു നിർത്താനുള്ള കൈ കൊണ്ട് തടുക്കാൻ അധികാരമുണ്ട്. അത് അങ്ങനെ തന്നെ ചെയ്യണം. ഇനി ഇതൊന്നുമല്ല, അധികാരമില്ല, നിനക്ക് നാവ് കൊണ്ടേ പറയാൻ പറ്റൂ, നീ നാവ് കൊണ്ട് പറയണം. ഇനി നാവ് കൊണ്ടും പറയാൻ നിനക്ക് പറ്റില്ലേ, നീ നിന്റെ മനസ്സുകൊണ്ടൊന്ന് വെറുത്തല. എന്നിട്ട് റസൂലുള്ളാഹി ഹദീസ് പൂർത്തീകരിച്ചത് വദാലിക അദ്അഫുൽ ഈമാൻ, ആ മനസ്സുകൊണ്ടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കലുണ്ടല്ലോ, അത് ഈമാനിന്റെ ഏറ്റവും അദ്അഫാണ്, ദഈഫാണ് ഈമാനിന്റേതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരിക. ഈ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, കൈക്ക് പിടിക്കാൻ അധികാരമുള്ള ഒരാള് കൈക്ക് പിടിക്കാതെ നാവ് കൊണ്ട് പറഞ്ഞാൽ അവൻ കുറ്റക്കാരനാണ് എന്നാണ്. കൈക്ക് പിടിക്കാൻ അധികാരമുള്ള ആള് കൈക്ക് പിടിച്ചൂല്ല, വായ കൊണ്ട് പറഞ്ഞൂല്ല, മനസ്സിൽ വെറുക്കുകയാണ്. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ, അങ്ങനെ പോട്ടെ എന്ന് വെറുപ്പ്, അവൻ കുറ്റക്കാരനാണ്. ഉദാഹരണം പറഞ്ഞാൽ, കുടുംബനാഥന്റെ കീഴിലുള്ള കുടുംബത്തിലെ മംഗലത്തിന്റെ തോന്നിയാസം അരങ്ങേറുമ്പോൾ എന്താ ഇന്നത്തെ കുട്ടികളൊക്കെ അങ്ങനല്ലേ എന്ന് മനസ്സുകൊണ്ട് വെറുക്കുകയല്ല. അവിടെ അധികാരം കുടുംബനാഥനാണ്, അവൻ കൈക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണെന്ന പറഞ്ഞതിന്റെ ചുരുക്കം. സ്വന്തം ഓണർഷിപ്പിലുള്ള ഷോപ്പിൽ പലിശ ഇടപാടുകളും തോന്നിവാസങ്ങളും സിഗരറ്റുകളും ലഹരികളും വിൽക്കുന്ന ഒരു ഷോപ്പിന്റെ ഓണർ പറയാണ്, അത് ജോലിക്കാർ ചെയ്യുന്നതാണ്, ഞാൻ പറഞ്ഞു നോക്കിയതാണ്. ആ പറഞ്ഞു നോക്കൽ അവിടെ വിലയില്ല. അവിടെ കൈക്ക് പിടിച്ച് അത് വേണ്ടെന്ന് വെക്കാൻ പവർ ഉള്ളവൻ അങ്ങനെ തന്നെ പറയണം. നാവ് കൊണ്ട് പറയാൻ അധികാരമുണ്ടായിട്ട് മനസ്സുകൊണ്ട് വെറുത്താൽ അവൻ കുറ്റക്കാരനാണ് എന്നാണ് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ എടുക്കുന്ന നിലപാടുകളിൽ സത്യസന്ധതയുണ്ടോ എന്ന ചിന്ത വരണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തിന്മകളോടുള്ള നിലപാടുകൾ സ്വരൂപിക്കുന്ന വിഷയത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ചില തിന്മകൾക്കെതിരെയുള്ള ഇടപെടലുകളുണ്ട്. അറിയുമോ നിങ്ങൾക്ക്, സാമൂഹികപരമായി ഒരുപാട് തിന്മകൾ നിലനിൽക്കുമ്പോഴും അതിനോട് ഇടപെടേണ്ട, സമീപിക്കേണ്ട രൂപത്തിൽ സമീപിക്കാതെ മാറി സഞ്ചരിക്കുന്ന മുസ്ലിം സമുദായത്തോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വെക്കുന്ന ഗൗരവപ്രദമായ ചില വാചകങ്ങളുണ്ട്. അതിൽ നമ്മൾ അറിയേണ്ടത്, സമകാലികരായ കുടുംബ ബന്ധമുള്ള രണ്ട് പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ വിശുദ്ധ ഖുർആൻ ഒരു മഹാപാപത്തെ, ഒരു മഹാതിന്മയെ പരിചയപ്പെടുത്തുന്നുണ്ട്. നോക്കൂ നിങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീകുണ്ടാരത്തിന്റെ പരീക്ഷണം കഴിഞ്ഞ് അങ്ങ് ഫലസ്തീനിലേക്ക്, അന്നത്തെ ഷാമിലേക്ക്, ഇറാഖിൽ നിന്നും യാത്ര ചെയ്യുകയാണ്. ഒന്നാമത്തെ പലായനം, ഒന്നാമത്തെ ഹിജ്റ. കൂടെയുള്ളത് രണ്ടാളുകളാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന് പ്രിയതമ, കൂടെ കൂടിയായ, എപ്പോഴും കൂടെയുള്ള പ്രിയതമ സാറാ ബീവിയായിരുന്നു. മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. ആ വ്യക്തിയെ ഖുർആൻ പരിചയപ്പെടുത്തിയത് വനജൈനാഹു വലൂത്ത, ഇബ്രാഹിം നബിയെയും ലൂത്ത് നബിയെയും നാം രക്ഷിച്ചു. ഇലൽ അർദില്ലതി ബാറക്ന, അനുഗ്രഹീത പൂർണ്ണമായ
ഫലസ്തീൻ എന്ന ഷാം എന്ന പ്രദേശത്തേക്ക് അവരെ രണ്ടുപേരെയും ഞാൻ രക്ഷപ്പെടുത്തിയെടുത്തു എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരൻ ഹാറാന്റെ പുത്രനാണ് ലൂത്ത് നബി എന്ന് ചരിത്രം പഠിപ്പിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ കുടുംബ ബന്ധമുള്ളവരാണ്. ഒരേ കാലഘട്ടത്ത് സമകാലികരായി പ്രവാചകത്വം എന്ന ഡ്യൂട്ടി നിർവഹിച്ചവരാണ്. അവർ ഫലസ്തീനിൽ ജീവിതം മുന്നോട്ട് നീക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ, ഒരു സംഘം മലക്കുകൾ വന്നു. 2 ലക്ഷ്യമായിരുന്നു ആ വരവിനുണ്ടായിരുന്നത്. ആദ്യം ഇബ്രാഹിം നബിയുടെയും പ്രിയതമ സാറാ ബീവിയുടെയും അടുക്കൽ ചെന്ന് രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കാനുണ്ട് എന്ന സന്തോഷ വാർത്ത, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കാനായിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയായിരുന്നു. അവർ വന്നത് മനുഷ്യരൂപത്തിലാണ്. ഇബ്രാഹിം നബിക്ക് മനസ്സിലായില്ല. പലപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ അകത്തുള്ളവർ പറയുന്ന അബദ്ധജടിലമായ ചില വാദങ്ങളുണ്ട്. അമ്പിയാക്കന്മാർക്ക് ഗൈബ് അറിയാം, അമ്പിയാക്കന്മാർക്ക് അദൃശ്യം അറിയാം, അമ്പിയാക്കന്മാർക്ക് വരാനുള്ളത് അറിയാം എന്നാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അബുൽ അംബിയാ, അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുന്ന പ്രവാചകൻ, ആ പ്രവാചകനെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യരൂപത്തിലുള്ള ആളുകൾ അള്ളാഹ് പറഞ്ഞയച്ച മലക്കുകളാണെന്ന് അള്ളാഹ് അറിയിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ ഡ്യൂട്ടി നിർവഹിച്ച് അവർ രണ്ടാമത് ചെല്ലുന്നത് കുറച്ചപ്പുറത്തെ പ്രദേശത്ത് ഡ്യൂട്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്കാണ്. വിശുദ്ധ ഖുർആൻ ആ വാചകം നമുക്ക് സൂറത്തുൽ ഹിജ്റിൽ അതിവിശാലമായി പഠിപ്പിച്ചു തന്നു. ഫലമ്മാ ജാഅ ആല ലൂത്തിൽ മുർസലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്മാരതാ ലൂത്ത് നബിയുടെ ഖൗമിലേക്ക്, ലൂത്ത് നബിയുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നു. ആ കടന്നു വന്ന സുന്ദരന്മാരായ പുരുഷരൂപത്തിലുള്ള ചെറുപ്പക്കാരെ കണ്ട് ആ നാട്ടുകാർ ചെയ്തു വരുന്ന ഒരു തിന്മക്ക് ആ നാട്ടുകാർ വന്നു. ലൂത്ത് നബിയുടെ വീട്ടിലേക്കും ലൂത്ത് നബിയുടെ അതിഥികളിലേക്കും വന്നു. അവരുടെ ഉദ്ദേശം മനസ്സിലായ ലൂത്ത് നബി പറഞ്ഞു, എന്റെ പെൺമക്കളുണ്ട്, അവരെ ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരാം, അവരെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമല്ലോ, എന്റെ അതിഥികളെ നിങ്ങൾ മാനഭംഗപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ ആണാണിനെ സമീപിക്കുന്ന സ്വവർഗരതി എന്ന ലോകത്തിൽ അതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത, ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ മുൻപൊരിക്കലും ഇത് തിന്മ ഉണ്ടായിട്ടില്ല. ആദ്യമായി ലൂത്ത് നബിയുടെ സമുദായം നിർവഹിച്ച മഹാപാപമാകുന്ന സ്വവർഗരതിക്ക് വേണ്ടി ആ മനുഷ്യന്മാർ, അതെ മലക്കുകളാകുന്ന പുരുഷരൂപം പ്രാപിച്ച ആളുകൾ അടുക്കലെത്തി. അലൈസ മിൻകും റജുലുൻ റശീദ്, ലൂത്ത് നബിയുടെ പ്രഗൽഭമായ ഒരു ചോദ്യം ഇന്നും സമൂഹത്തിൽ അതേ മുഴച്ചു നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്റേടിയായ ഒരു മനുഷ്യനില്ലല്ലോ എന്നാണ്. അദ്ദേഹത്തിന്റെ സങ്കടം കണ്ട്, അദ്ദേഹത്തിന്റെ പ്രയാസം കണ്ട് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്, എനിക്ക് ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ തടയുമായിരുന്നു, എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ശക്തിയുള്ള ഒരാളുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഞാൻ എന്റെ കൂടെ കൂട്ടുമായിരുന്നു. ആവലാതി മാത്രം, വേറൊരു ശക്തിയുമില്ലാതെ ലൂത്ത് നബിയുടെ സഹായത മനസ്സിലാക്കിയ വന്ന മലക്കുകൾ പറഞ്ഞു, അവർക്ക് തൊടാൻ കഴിയില്ല, അവർക്ക് താങ്കളുടെ അടുത്തേക്കോ ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ കഴിയില്ല, ഞങ്ങൾ അല്ലാഹുവിന്റെ മലക്കുകളാണ്, അവർ ചോദിച്ച ചോദ്യത്തിന് ശിക്ഷയാകുന്ന ഉത്തരം നൽകാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സുബഹിന്റെ അല്പസമയം മുമ്പ് നിങ്ങളും വിശ്വസിച്ചവരും നാട് വിടണം, പോകുമ്പോ തിരിഞ്ഞു നോക്കാൻ പാടില്ല, തിരിഞ്ഞു നോക്കാൻ പാടില്ല. സുബഹിന്റെ അതേ കുറച്ച് സമയം മുമ്പ് അവർ നാട് വിട്ടു. ഒപ്പം സ്വന്തം പ്രിയതമ പോലും ഉണ്ടായിരുന്നില്ല, പ്രിയതമയും അവിടെയായിരുന്നു. എന്ന് പറഞ്ഞാൽ മഹാപാപമാകുന്ന സുവർഗരതി എന്ന ഒരു തിന്മക്ക് സാക്ഷ്യം വഹിച്ചത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ആ സമൂഹത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അവരുടെ പേരിനെ പരിചയപ്പെടുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കണം, ആണും ചേരുന്നതിനെ നമ്മൾ പറയാറുള്ളത് സഡോമിസം എന്നുള്ളതാണ്. ആ പേരിന്റെ ചരിത്രം വായിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അറബി ഭാഷയിൽ ലിവാത്ത എന്ന് പറയാറുണ്ട് ഈ ഒരു തിന്മയെ. അതോടൊപ്പം തന്നെ അമലു ഖൗമി ലൂത്ത് നബിയുടെ സമൂഹം ചെയ്ത തിന്മ എന്ന് പരിചയപ്പെടുത്താറുണ്ട്. അതേപോലെ തന്നെ ഫാഹിഷ, വല്ലാത്തൊരു തോന്നിവാസം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ അറബിയിൽ സദൂമിയ എന്നൊരു പദപ്രയോഗമുണ്ട് ഈ തിന്മയെ പരിചയപ്പെടുത്താൻ. അതാണ് സഡോമിസം എന്ന് നമ്മൾ പറയാറുള്ളത്. ഈ പേര് വന്നതിന്റെ പിന്നിലെ ചരിത്രം, സദൂം ഗോത്രമാണവർ. ലൂത്ത് നബിയെ അള്ളാഹു നിയോഗിച്ച ഗോത്രത്തിന്റെ പേര് സദൂം ഗോത്രം എന്നാണ്. ആ സദൂമിലേക്ക് ചേർത്തിട്ടാണ് ഈ പേര് വന്നത് എന്ന് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്തായിരുന്നാലും അള്ളാഹു ഈ തിന്മ ചെയ്ത തോന്നിവാസികളായ ആളുകളെ പരിചയപ്പെടുത്തിയ 3 പരിചയപ്പെടുത്തലുണ്ട് ഖുർആനിൽ. ഒന്ന് ഖൗമു സൗമി ഫാസിഖീൻ, ഖൗമു സൗമി ഫാസിഖീൻ, അവർ ധിക്കാരികളായ ദുഷിച്ച ജനതയാണ്. സ്വവർഗരതി എന്ന
തോന്നിവാസം ചെയ്ത, അത് ആണുമാകട്ടെ പെണ്ണുമാകട്ടെ, ആ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്ന, ആ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവർ ധിക്കാരികളായ ദുർനടപ്പുകാരാണെന്നാണ് രണ്ടാമത്തെ ഖുർആൻ അവരെ പരിചയപ്പെടുത്തിയത്. ഖൗമും മുസ്രിഫൂൻ, അതേ അതിരുവിട്ട ഒരു അതിരുണ്ട് ഇവിടെ. ആ അതിര് പ്രകൃതിയാണ്. ആ പ്രകൃതി എന്താണ്? ആണും പെണ്ണുമാണ്, പെണ്ണും ആണുമാണ്. അതാണ് അള്ളാഹുവിന്റെ സംവിധാനവും പ്രകൃതിയുടെ തീരുമാനവും പ്രകൃതിയുടെ നിയമവും അതാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ നിയമത്തിൽ നിന്ന് അതിരുവിട്ടത് കൊണ്ട് അവരെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഖൗമും മുസ്രിഫൂൻ, അവർ അതിരുവിട്ട ജനതയാണ് എന്നാണ്. മറ്റൊന്ന് മുജ്രിമീൻ, അവർ തമ്മാടികളാണ്, അവർ കുറ്റവാളികളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുവിന്റെ റസൂല് അതേ ഒരു വളരെ ദീർഘമായ ഒരു ഹദീസിലൂടെ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കേണ്ട ചില സംഗതികൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നു. ഒന്ന് ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിരിക്കുന്നു. ഒരു 6-7 ടീമിനെ അല്ലാഹുവിന്റെ റസൂല് വിശദീകരിച്ചു തന്നു. ഈ 6-7 ടീം ആരാണെന്ന് നമ്മളൊന്ന് അറിയണം. ഒന്നാമത് റസൂലുള്ളാഹി എണ്ണി ലഅനല്ലാഹ് മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹുക്കല്ലാതെ അറുക്കുന്നവർ, ബലി അറുക്കുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹു മൻ ഗയ്യറ തഖൂമുൽ അർള്, ഭൂമിയുടെ അതിരുകളെ ലംഘിക്കുന്ന മനുഷ്യന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. മൻ കമ്മഹുൽ അഅമ അനിസ് സബീൽ, കാഴ്ച പരിമിതനായ, കാഴ്ചയില്ലാത്ത മനുഷ്യന് വഴികാട്ടാൻ എന്ന പേരിൽ വഴി തെറ്റിച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹു മൻ സബ്ബ വാലിദഹു, സ്വന്തം ഉമ്മനെയും ഉപ്പയെയും ചീത്ത വിളിക്കുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹു മൻ തവല്ല ഗൈറ മവാലി, തന്റേതല്ലാത്ത ഉടമയിലേക്ക് ചേർത്തി പറയുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. 5 എണ്ണം എണ്ണി. 6-മത്തേത് റസൂലുള്ളാഹി പറഞ്ഞു ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു മൻ അമില അമല ഖൗമി ലൂത്ത്, ലൂത്ത് നബിയുടെ സമുദായം എടുക്കുന്ന തിന്മ എടുത്തവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇത് 6ആണ്. 7-ന്റേത് റസൂലുള്ളാഹി ഇത് ആവർത്തിച്ചതാണ്. 8-മത്തേതും ഇത് ആവർത്തിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 എണ്ണം കഴിഞ്ഞ് 3 തവണ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചത് ഖൗമു ലൂത്ത്, അമലു ഖൗമു ലൂത്ത്, ലൂത്ത് നബിയുടെ ഖൗം എടുത്ത ആ ദുഷ്ചിന്തയെ, ദുഷ്പ്രവർത്തനത്തെയാണ് അല്ലാഹു ശപിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ ലൂത്ത് നബിയുടെ സമുദായത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരായ അല്ലാഹുവിന്റെ മലക്കുകൾ, ആ മലക്കുകൾ അടുത്തേക്ക് വന്ന ആളുകളെ അല്ലാഹ് ശിക്ഷിച്ചല്ലോ. ലൂത്ത് നബിയെ രക്ഷപ്പെടുത്തി, ലൂത്ത് നബിയോടൊപ്പമുള്ള ആളുകളെയും രക്ഷപ്പെടുത്തി. ഭാര്യ ഉൾക്കൊള്ളുന്ന ബാക്കിയുള്ള ആളുകളെ ശിക്ഷിച്ച ശിക്ഷയെ കുറിച്ച് ഖുർആൻ വിശദീകരിച്ചു തരുന്നുണ്ട്. അതേ അല്ലാഹ് പറയാണ് അവരെ ഒരു ഘോര ശബ്ദം പിടികൂടി എന്നാണ് അള്ളാന്റെ പ്രയോഗമാണ്. ഇത് നമ്മുടെ നാട്ടിൽ വെട്ടുന്ന ഒരു ഇടിയെ കുറിച്ചോ ഒരു ശബ്ദത്തെ കുറിച്ചോ അല്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹ് തന്നെ പരിചയപ്പെടുത്തി അസ്വൈഹ എന്നാണ്, വല്ലാത്ത ശബ്ദത്തോടു കൂടി അതൊരു ശിക്ഷയായിരുന്നു. ഒന്നാമത്തേത് അതാണ്. അതോടൊപ്പം തന്നെ ആ ഭൂമിയെ തലമേൽ മറിച്ചിട്ടു എന്ന് പറഞ്ഞാൽ ഇത് നിലവിൽ നിൽക്കുന്ന, നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ഒരു ഭൂമി ദുരന്തം ഉണ്ടാകുമ്പോൾ, ഒരു ഭൂമി കുലുക്കുണ്ടാവുമ്പോൾ അത് കഴിഞ്ഞാൽ ആ നാടിന്റെ ദുരന്തം എന്താണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായം താമസിച്ചിരുന്ന ആ പ്രദേശത്തെ ഒന്നാകെ തല തിരിച്ചിട്ടു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. 3-മത്തെ ശിക്ഷ അവിടെ പറഞ്ഞു വഅംതർനാ അലൈഹിം, അവരുടെ മേൽ ഒരു മഴ വർഷിപ്പിച്ചു. ആ മഴയുടെ പ്രത്യേകത ഹിജാറത്തുൻ മിൻ സിജ്ജീൽ, അതേ ചരൽക്കല്ലിന്റെ മഴയായിരുന്നു അവിടെ വർഷിപ്പിച്ചത് എന്ന ഒരൊറ്റ തവണ നിരവധി ശിക്ഷയുമായി ആ സമുദായത്തെ തന്നെ ഉന്മൂലനം ചെയ്യാൻ അതിന് മാത്രം ശക്തമായ ഒരു തിന്മയായിരുന്നു ആണും പെണ്ണും ചേരലെന്ന് വിശുദ്ധ ഖുർആനും അള്ളാന്റെ റസൂലിന്റെ ഹദീസുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇനി നോക്കിങ്ങള്, ഈ ഒരു കാലഘട്ടത്തിൽ ഇന്നും അത് ദൃഷ്ടാന്തമായി ലൂത്ത് നബിയുടെ സമുദായത്തെ ശിക്ഷിച്ച ആ ശിക്ഷയുണ്ടല്ലോ, അത് ഇന്നും ദൃഷ്ടാന്തമായി അല്ലാഹ് ലോകത്ത് നിലനിർത്തിയിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ മുതവസ്സിമീൻ, അതേ നിരീക്ഷിക്കുന്നവർക്ക് ഇതിൽ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. വഇന്നഹാ ലബിസബീലിൻ മുഖീം, ഇത് ഇന്നും നിലനിൽക്കുന്ന ഒരു തെളിവായി നിലനിൽക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയതൻ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ചാവുകടൽ എന്ന പേരിൽ ഇന്നും അതേ നമ്മൾ കണ്ടവരുണ്ടാവാം, യൂട്യൂബിൽ വീഡിയോ കണ്ടവരുണ്ടാവാം. എന്നിരുന്നാലും ആ നാടിന് ഉപകാരപ്രദമല്ലാത്ത രൂപത്തിലേക്ക്, അവിടുത്തെ ജലത്തെ മാറ്റുന്ന രൂപത്തിൽ, താഴ്ന്നു പോകാത്ത രൂപത്തിൽ ഒരു ശിക്ഷ ഇറക്കിയ സ്ഥലത്തെ ഇന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ദൃഷ്ടാന്തമായി നിലനിർത്തുന്നു. പലപ്പോഴും നമ്മുടെ ചോദ്യം, ഇത്രയേറെ ദീർഘമായ
മനോഹരമായ ഒരു ഖുത്ബയിൽ എന്തിനാ ഇതൊക്കെ പറയുന്നതാണ്? ഇതൊക്കെ പറഞ്ഞത് പ്രമാണമാണ്. ഇനി പറയാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിന്റെ അകത്തുള്ള കഥയാണ്, നമ്മുടെ സ്കൂളിന്റെ അകത്തുള്ള കഥയാണ്, നമ്മുടെ നാട്ടിലെ കഥയാണ്, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കഥകളാണ്. ഇത്ര നേരം പറഞ്ഞത് ഇതിന്റെ ഗൗരവവും ഇതിന്റെ അപകടവും ഇതിന്റെ ശിക്ഷയെ കുറിച്ചുമാണ്. ഒന്നുകൂടി കൂട്ടിച്ചേർക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് ഉണ്ട് ശിക്ഷയെ സംബന്ധിച്ച്. ഈ തിന്മയിൽ ആരെങ്കിലും ഉണ്ടായാൽ മൻ വജത്തുമൂഹു യഅമലു അമല ഖൗമി ലൂത്ത്, അതെ, ലൂത്ത് നബിയുടെ സമുദായം ചെയ്ത ആ തിന്മ ചെയ്തവനെ നീ കണ്ടാൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ കൽപ്പന ഇസ്ലാമിക ഭരണകൂടത്തോടാണ്, ഇസ്ലാമിക ജഡ്ജിയോടാണ്. നമ്മളെ പോലെയുള്ള മതേതര രാഷ്ട്രത്തോടോ ജനാധിപത്യ രാഷ്ട്രത്തോടോ അല്ല, ഇസ്ലാമിക ഭരണകൂടത്തോടും ഇസ്ലാമിക ജഡ്ജിയോടും അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. അങ്ങത്തൊരു തിന്മ നിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഫഖ്തുലു, കൊന്നു കളഞ്ഞേക്കുക. അതേ ജഡ്ജിയോട്, ഇസ്ലാമിക നിയമപാലകരോട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന എന്താണെന്നോ, ഈ തിന്മ പെണ്ണുമായി കൂടിച്ചേർന്നത് നിന്റെ അറിവിലേക്ക് വന്നാൽ, ആണും ആണുമായി കൂടിച്ചേരുന്നത് നിന്റെ അറിവിലേക്ക് വന്നാൽ ഫഖ്തുലു, കൊന്നു കളഞ്ഞേക്കുക. ആരെയെന്നോ? ഫാഇൽ, ചെയ്തവനെയും, വൽ മഫ്ഊലു ബിഹി, ചെയ്യപ്പെട്ടവനെയും, രണ്ടുപേരെയും, വിധേയനായവനെയും അത് വിധേയമാക്കിയവനെയും, രണ്ടുപേരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഗൗരവമുള്ള വർത്തമാനം. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല എന്നറിയോ? എങ്ങനെ വധശിക്ഷ നടപ്പിലാക്കണം എന്ന് പറഞ്ഞില്ല. വ്യഭിചരിച്ചവന്റെ ശിക്ഷ, വിവാഹിതന്റെ ശിക്ഷ എങ്ങനെ ആയിരിക്കണം, അവിവാഹിതന്റെ ശിക്ഷ എങ്ങനെ ആയിരിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പെണ്ണിനെ കുറിച്ച്, ഒരാണിനെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തി 4 ആളെ തെളിവ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അയാൾക്ക് ആ ആരോപണം നടത്തിയവന്റെ ശിക്ഷയുടെ രൂപം എങ്ങനെയാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചെന്നിട്ടുണ്ട്. ഇവിടെ വധശിക്ഷക്കാണ്, അത് റസൂലുള്ള വിട്ടുകൊടുക്കുകയാണ്. ജഡ്ജിക്കും ഇസ്ലാമിക ഭരണകൂടത്തിനും ആ തിന്മയുടെ ഗൗരവം അനുസരിച്ച്, ആ കാലത്തിന്റെ തേട്ടമനുസരിച്ച് ശിക്ഷ നടപ്പിലാക്കണമെന്ന. അതുകൊണ്ട് ആധുനിക പണ്ഡിതന്മാരും ഇസ്ലാമിക് സ്കോളേഴ്സും മുൻഗാമികളായ സലഫ് സ്വാലിഹികളും അവർ 4-5 ശിക്ഷയുടെ രൂപം പഠിപ്പിച്ചു. ഒന്നാമത്തേത് വാളുകൊണ്ട് തലയങ്ങ് വെട്ടിക്കളയുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, തിന്മന്റെ ഗൗരവമാണ് ഈ ശിക്ഷയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തേത് കല്ലെറിഞ്ഞു കൊല്ലണമെന്ന, ഇഞ്ചിഞ്ചായി കല്ലെറിഞ്ഞു കൊലപ്പെടുത്തേക്കുക, ഒറ്റടിക്കല്ല, പതിയെ പതിയെ കൊന്നു കളഞ്ഞേക്കുക കല്ലെറിഞ്ഞ്. മൂന്നാമത്തേത് തീയിലിട്ടങ്ങ് കരിച്ചു കളയുക. കരിച്ചു കളയുന്ന ശിക്ഷ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. ഈ വിഷയത്തിൽ അതുവരെ ആവാം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. തീയിലിട്ട് കരിച്ചു കൊല്ലാം എന്നുള്ളതാണ്. നാലാമത്തേത് പറയുന്നത് നാട്ടിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് കൊണ്ടേ നിർത്തുക, എന്നിട്ട് താഴേക്ക് തള്ളിയിടുക. ആ താഴേക്ക് വരുമ്പോൾ വലിയ കല്ലെടുത്ത് എറിഞ്ഞു കൊല്ലുക. നോക്കിങ്ങളെ, ഇതിന്റെ ശിക്ഷയുടെ ഗൗരവമാണ്. അഞ്ചാമത്തേത് ഒന്നുകൂടി, ഒരു വലിയ ചുമരിന്റെ അപ്പുറത്ത് ഇത്തരം തിന്മ ചെയ്തവനെ നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ചുമരോ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങോ അവന്റെ മുകളിലേക്ക് തള്ളിയിട്ട് അവനങ്ങ് കൊന്നു കളഞ്ഞേക്കുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതിന്റെ ഗൗരവം എത്രയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എന്തിനാപ്പതൊക്കെ? ഇതിപ്പോ ഇഹലോകത്തെ ശിക്ഷയെ കുറിച്ചാണ്. പരലോകത്ത് ഇതിനധികമുണ്ട്, നരകമാണ് എന്നൊക്കെ അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിലില്ല. അപ്പൊ സ്വാഭാവികമായും എന്താപ്പോ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളെ കുറിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ കണ്ണുകളിലേക്ക് വരണം. ചിലത് നമ്മൾ അറിഞ്ഞും കേട്ടും മനസ്സിലാക്കിയും പോണം. ഈ തിന്മ സമൂഹത്തിൽ വ്യാപിച്ചു നിൽക്കുമ്പോൾ അതിനോട് എതിർത്ത് നിൽക്കാനുള്ള ഈമാൻ നേടിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തന്റെ ഇടവും തൗഫീഖും ഈമാനും ഹിൽമും ഇൽമും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വനുസല്ലിമു അലാ ഖാതമൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖൂ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്ന തിന്മ കുറച്ച് ഗൗരവം കൂടിയതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. സ്വാഭാവികമായും നേരത്തെ ചോദിച്ചതുപോലെ എന്താപ്പത് നമ്മളെക്കൊക്കെ പറയണ്ടോ എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനം നമ്മളൊന്ന് കേൾക്കണം. അല്ലാഹു റസൂൽ പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നുണ്ട് അമലു ഖൗമി ലൂത്ത്, ലൂത്ത് നബിയുടെ സമൂഹമെടുത്ത തിന്മയുണ്ടല്ലോ, ആ തിന്മയെ എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ ഇതിന്റെ ഗൗരവം ഇത്രയേറെ ഉൾക്കൊള്ളാത്തത് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. 4 കൊല്ലം മുമ്പ്
3 ദിവസത്തെ മതപരമായ ക്യാമ്പിലേക്ക് വന്ന 22കാരനായ ചെറുപ്പക്കാരൻ മുന്നിലിരുന്ന് പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. വിവാഹപ്രായമെത്തി വരികയാണ്, പക്ഷേ അള്ളാഹു വെച്ച സുന്നത്തിനോട് ചേർന്ന് പോകാൻ കഴിയുന്നില്ല. ആണും പെണ്ണും എന്ന ചിന്ത വരുന്നില്ല, ആണിനോടാണ് എന്നായിരുന്നു. 22കാരൻ ദീനിയായി ജീവിക്കണമെന്ന ആഗ്രഹമുള്ള ഒരു ചെറുപ്പക്കാരന്റെ തലച്ചോറിലും മസ്തിഷ്കത്തിലും ഇതെങ്ങനെ വന്നു? പ്രിയപ്പെട്ടവരെ, ഈ ചർച്ചകൾ കുറച്ചു മുമ്പ് സജീവമായപ്പോൾ ഒരു പിതാവ്, മകൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു പിതാവ്, ആ പിതാവിനോട് മോള് പറഞ്ഞത്രേ, ആ ചർച്ച സജീവമായി നടക്കുന്ന കാലത്ത്, ബാപ്പേ ഇതൊക്കെ എല്ലാ ഹോസ്റ്റലിലും സജീവമായി നടക്കണം, ഞാൻ പേടിപ്പെടുത്താനോ നമ്മുടെ മക്കളെ പഠനത്തിന് അയക്കണ്ട എന്നൊന്നുമല്ല, അതിന്റെ ഒരു മറുവശത്തെ കുറിച്ചല്ല, പക്ഷെ നമ്മള് അവഗാഹവും അവബോധവും ഉള്ളവരായി തീരണം എന്നുള്ള ലക്കാണ്. LP ക്ലാസ്സിലെയും UP ക്ലാസ്സിലെയും കുട്ടികൾ പരസ്പരം ചോദിക്കുകയാണ്, ഈ ഗേ ആണില്ലേ എന്ന്. ഗേ എന്ന് പറഞ്ഞാല് ആണും അല്ല ലെസ്ബിയൻ ആണില്ലേ, കുട്ടികൾ പരസ്പരം ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ പഴയ തലമുറയിലുള്ള മനുഷ്യന്മാരുടെ ചിന്തയിലേക്ക് പോലും വരാത്ത ഈ മഹാദുരന്തങ്ങൾ നമ്മുടെയൊക്കെ പുതിയ തലമുറയിലേക്കും ഒരു വേള നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്കും വന്നു എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ഗൗരവത്തിൽ പഠിക്കേണ്ടതുണ്ട്. നോക്കിങ്ങള്, ഒരു നിലക്കും ഇതിനോടൊരു നോർമലൈസിങ് പോലും, അതൊക്കെ ചെയ്യുന്നവർ ചെയ്തോട്ടെ എന്ന് പോലുമുള്ള നിലപാട് നമുക്ക് ഉണ്ടാവാൻ പാടില്ല, അല്ലേ? ഇടക്കാലത്ത് ചർച്ച വന്നു, അല്ലെ, LGBTQA+ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞപ്പോ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലെ പലരുടെയും മനസ്സ് അങ്ങനെയുള്ളവർ അങ്ങനെ പോയി. ആ ചിന്ത പോലും ഉണ്ടാവാൻ പാടില്ല എന്ന്. നിയമവിരുദ്ധമായി ഇടപെടണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, നിയമവിരുദ്ധമായി ഇടപെടണം എന്നല്ല. പക്ഷെ ഒരു മുസ്ലിമിന്റെ നിലപാട് എന്താണെന്നോ, അങ്ങനെ ഒരു നോർമൽ ചെയ്തോട്ടെ എന്ന് പോലും പറയാൻ പാടില്ലാത്തൊരു തിന്മയാണ് ഇത് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയുക, നമ്മുടെ കുട്ടികൾ കാണുന്ന, അവർ കളിക്കുന്ന ഗെയിമുകളിൽ ഇത്തരം ആശയങ്ങൾ അവരുടെ തലച്ചോറിലേക്ക് കയറുന്നുണ്ട്. അവർ കാണുന്ന സിനിമകളും സീരിയലുകളും റീൽസും, എന്തിനേറെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പെൺകുട്ടികളുടെ പെൺകുട്ടികൾ ഉള്ള വാപ്പമാരൊന്ന് ചോദിക്കൂ, എന്ത് ലെസ്ബിയനായ കപ്പിൾസ് ഉള്ള എത്ര ആളുകൾ അറിയാൻ ചോദിക്കും. ഒരു ചില പേരുകൾ പറയും, സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന പെണ്ണും ജീവിക്കുന്ന ആളുകളുടെ പേരുകൾ നമ്മളെ പെൺമക്കളും ആൺമക്കളും പറയും. ചോദിച്ചു നോക്കി, നമുക്കൊരു പക്ഷെ അറിഞ്ഞോളന്നില്ല. പാഠപുസ്തകങ്ങളും സിലബസുകളും പതിയെ അതിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത്, അതെ, നമ്മുടെ വിദ്യാഭ്യാസ രംഗം പരിശോധിക്കുന്ന മനുഷ്യന്മാർക്കറിയാം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള മന്ത്രിമാർ പോലും പറയുന്നത് ആണും പെണ്ണും എന്നുള്ളത് പഴഞ്ചനാണെന്നാണ്. ആണ് പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അന്തമില്ലാത്ത മുസ്ലിമല്ല, വിജ്ഞാനമുള്ള, വിവേകമുള്ള, പക്വതയുള്ള, ജനാധിപത്യപരമായി ഇടപെടാൻ കഴിവുള്ള, നിയമപരമായി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള നല്ല മുസ്ലിമായി, സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ഐഡിയൽ മുസ്ലിമായി എണീറ്റ് നിന്ന് ജീവിക്കാൻ കഴിവും പ്രാപ്തിയും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയുക. പലപ്പോഴും നോക്കൂ നിങ്ങൾ, അടുത്ത കാലഘട്ടത്ത് പുരോഗമനത്തിന്റെ നാടെന്ന് പറയുന്ന അമേരിക്കയിൽ പോലും ഇനി LGBTQA+ ആ സ്പെക്ട്രം വേണ്ട എന്ന് തീരുമാനിച്ചു. നമ്മൾ അറിഞ്ഞോന്നറിയില്ല, അത് വേണ്ട, അത് നിരോധിച്ചു. അങ്ങനെ എല്ലാ ലിംഗമുള്ളവരും വേണ്ട, 2 മതി, 1 ആണും 1 പെണ്ണും മതി എന്നാണ്. എന്തേ അവിടുന്ന് അങ്ങനെ വരാൻ കാരണം? ഇത് മതം മാത്രമല്ല, ഭൗതികതയും അതേപോലെ തന്നെ നാടിനും സമൂഹത്തിനും ലോകത്തിന്റെയും അടിവേരറുക്കുന്ന തിന്മയാണെന്ന് സയൻസും പ്രഖ്യാപിക്കുമ്പോൾ പല നാടുകളും ഇന്ന് യൂട്ടേൺ അടിച്ച് തിരിഞ്ഞു നടക്കുകയാണ്. അവിടെയാണ് നമ്മൾ പലപ്പോഴും അവർ ഛർദ്ദിച്ചതെടുത്ത് കഴിക്കാൻ മുന്നോട്ട് പോകുന്നത്. പരിഹാരമുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്നാമത്തെ പരിഹാരം, ചെറുപ്പം മുതൽ തന്നെ കുട്ടികളിൽ ഈ ബോധവൽക്കരണം നടക്കണം എന്നുള്ളതാണ്. നടക്കണം പ്രിയപ്പെട്ടവരെ. അതാണ് റസൂലിന്റെ പല അധ്യാപനങ്ങളും നമ്മളൊന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ തന്നെ ഇത്തരം ബോധങ്ങൾ കൊടുത്ത് തിരിച്ചറിവുണ്ടാക്കി കൊണ്ടുവരണം. രണ്ടാമത്തേത് മതവിദ്യാഭ്യാസം പരിഹാരമാണ് പ്രിയപ്പെട്ടവർ, അതൊരു പരിഹാരമാണ്. മതവിദ്യാഭ്യാസം ഒരു പ്രഹസനമായി കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ല. വീട്ടിന്റെ അകത്ത് മതവിദ്യാഭ്യാസത്തിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്ത്, ഉമ്മ പഠിക്കുന്ന, വാപ്പ പഠിക്കുന്ന, വാപ്പ ഖുർആനും കയ്യിലെടുത്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഖുർആൻ ക്ലാസ്സിൽ പോകുന്ന, ഉമ്മ ഓൺലൈനായിട്ട് ഖുർആൻ പഠിക്കുന്ന, ഒരു ഖുർആൻ ക്ലാസ്സിലേക്ക് പോകുന്ന, വീട്ടിൽ നിന്ന് ഖുർആൻ വായിക്കുന്ന, പരിഭാഷ വായിക്കുന്ന, സീഡികൾ കണ്ടും അതുപോലെ തന്നെ മൊബൈലുകളിൽ പ്രസംഗങ്ങൾ കേട്ടും വിജ്ഞാനീയങ്ങൾ സമ്പാദിക്കുന്ന
ബാപ്പനെയും ഉമ്മയെയും കണ്ടു വളരുന്ന മക്കൾക്ക് മതവിദ്യാഭ്യാസം പ്രഹസനമാവില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, പുതിയ കാലഘട്ടത്ത് ബാപ്പയും ഉമ്മയും ഒരു പ്രഹസനമായി വരുമെന്ന് തിരിച്ചറിയുക. മൂന്നാമത്തേത്, ഹറാമുകൾ കാണുന്നതും കേൾക്കുന്നതും ഒഴിവാക്കുക. എവിടുന്നാണ് നമ്മളെ കുട്ടികളെ തലയിലും മനസ്സിലും ഇത് കയറി വരുന്നതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഏറ്റവും നന്മക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരായി നമ്മുടെ മക്കളെ, പുതിയ തലമുറയെ മാറ്റണമെങ്കിൽ ബാപ്പിയമ്മി ഇരുന്നിങ്ങനെ തോന്നിയാസം കണ്ടിട്ട് നിങ്ങൾ നല്ലത് കാണണം എന്ന് പറഞ്ഞാൽ ആ റൂട്ടിലേക്ക് കുട്ടികൾ എത്തില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് വീട്ടിന്റെ അകത്ത് മൊബൈലിന്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന മ്യൂസിക്കിനെ ശ്രദ്ധിക്കാനും നിയന്ത്രിക്കാനും കഴിയണം. സിനിമകളും സീരിയലുകളും റീൽസുകളും തോന്നിവാസികളായ ബ്ലോഗർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല തോന്നിയാസങ്ങളും വീട്ടിന്റെ അകത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യുന്ന പേരൻസ് ആയി നമ്മൾ മാറിക്കൂടാ. അതിന്റെ അകത്ത് ഹറാമുകൾ കാണുന്നതും കേൾക്കുന്നതും ഒഴിവാക്കണം. ഉപദേശങ്ങൾ കൊണ്ട് നടന്നോളന്നില്ല, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ ബാപ്പക്കും ഉപ്പക്കും കഴിയണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയെ കൊണ്ട് തടയാൻ കഴിയാത്ത ഒന്നുമില്ലല്ലോ. പ്രാർത്ഥനയെ കൊണ്ട് തടയാൻ കഴിയാത്ത ഒന്നുമില്ല. അതുകൊണ്ട് ആശങ്കകൾ മാറ്റിവെച്ച് ആശയോടെ പ്രതീക്ഷയോടെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്ന മുഅ്മിനായി വിശ്വാസികളായി നമുക്ക് മാറാൻ കഴിയണം. അല്ലാഹു റസൂൽ പഠിപ്പിച്ചു തന്ന ഒരു ദിക്ർ, ഒരു പ്രാർത്ഥന പറയട്ടെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? അൽ ഹുദ. ഒന്നാമത്തെ കാര്യം ഹിദായത്താണ്, ഹുദയാണ്, മാർഗദർശനമാണ്. അതെനിക്ക് നീ തരണേ റബ്ബേ. രണ്ടാമത്തേത് വത്തുഖ, തഖ്വ തരണേ. ധർമ്മ ജീവിതം നയിക്കാൻ, ധാർമ്മിക ജീവിതം നയിക്കാനുള്ള സാഹചര്യം പടച്ചോനെ ഉണ്ടാക്കി തരണേന. മൂന്നാമത്തേത് വൽ അഫാഫ. അഫാഫ എന്ന് പറഞ്ഞാൽ പാതിവൃത്യം എന്നൊക്കെ മലയാളത്തിൽ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ശാരീരികമായി ലൈംഗികമായ ഒരു സംശുദ്ധതയാണ് അഫാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ തരമുള്ള തോന്നിവാസങ്ങളും, ലൈംഗികമായിട്ടുള്ള എല്ലാ തോന്നിയാസങ്ങളിൽ നിന്നും, കാണലിൽ നിന്നും, കേക്കലിൽ നിന്നും, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള ഒരു പ്രാർത്ഥന, അതാണ് അഫാഫ്. നാലാമത്തേത് വൽ ഗിന, എനിക്ക് സമ്പന്നത നൽകണേ, എന്റെ മനസ്സിനും എന്റെ ജീവിതത്തിനും എനിക്ക് നീ ഐശ്വര്യം നൽകണേ എന്നുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗിന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അടിയുറച്ച് മാതൃകകളായി മുസ്ലിം സമുദായത്തിനകത്തും ഇതര മതസ്ഥർക്കും മാതൃകയായി ജീവിക്കാനുള്ള വിവേകവും ഈമാനും അറിവും നേടിയെടുക്കാൻ നമ്മൾ മുന്നിലുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ആളുകൾ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനേ. തിന്മകളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, മാനസികമായി പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹ് എല്ലാറ്റിനും കഴിവുള്ളവൻ നീയാണ്. ഞങ്ങളെ നീ തിന്മയിൽ നിന്ന് അകറ്റി നന്മയുടെ വഴിയിലേക്ക് പ്രവേശിപ്പിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, ആധുനിക ലോകം പുതിയ പുതിയ തിന്മകളുമായി, മഹാപാപങ്ങളുമായി കടന്നു വന്ന് അത് സമൂഹത്തിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാനും അതിനെതിരെ ധർമ്മയുദ്ധം സംഘടിപ്പിക്കാനും അതിന്റെ മുന്നിൽ നിൽക്കുവാനുമുള്ള ത്വാഖത്തും തൗഫീഖും ഞങ്ങൾക്കും ഞങ്ങളുടെ നേതൃത്വത്തിനും ഞങ്ങളുടെ പണ്ഡിതന്മാർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനേ. അല്ലാഹുവേ, കടം കൊണ്ട്, രോഗം കൊണ്ട്, ശാരീരികമായ അവസ്ഥകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാം നീ ദൂരീകരിച്ച് നൽകണമേ റഹ്മാനേ. അല്ലാഹുവേ, മുസ്ലിം സമുദായം പല നാടുകളിലും പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാം കാണുന്നവനും അറിയുന്നവനും നീയാണ്. പടച്ചവനെ, എല്ലാവരെയും നീ രക്ഷപ്പെടുത്തിയെടുക്കണമേ റഹ്മാനേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل على محمد